grace of God through evangelist Shaji Joseph. പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും ഈ ചാനലിലൂടെ നിങ്ങളുടെ ഭവനത്തിലേക്ക് സ്വർഗത്തിലെ ദൈവത്തിന്റെ വിശുദ്ധ വചനവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താദാസനെ ഇന്ന് എന്താണ് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്? കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം നാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മനസ്സിലാക്കിയ വിഷയം ദൈവരാജ്യത്തെ കുറിച്ചാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. വിശ്വാസികളായിരിക്കുന്ന നമ്മിൽ കൂടെ എപ്രകാരമാണ് ദൈവരാജ്യ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നത്? അതിന് വ്യക്തമായിട്ട് കർത്താവിന്റെ ദാസൻ പറഞ്ഞു, സ്ട്രോങ് ഹോൾഡ് തകരണം, കോട്ടകളെ നാം പിടിച്ചെടുക്കണമെന്ന്. അതിന് നാം കൂടുതൽ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചില്ല. എന്നാൽ ഈ ആഴ്ച നാം മനസ്സിലാക്കുവാൻ അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്താണ് ഈ സ്ട്രോങ് ഹോൾഡ് അല്ലെങ്കിൽ ഈ കോട്ടകൾ? എങ്ങനെയാണ് ഈ കോട്ടകളെ നമുക്ക് തകർക്കുവാൻ കഴിയും? സ്ട്രോങ് ഹോൾഡ് എങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കും. സ്ട്രോങ് ഹോൾഡ് അഥവാ കോട്ടകൾ. ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കണമെങ്കിൽ, ദൈവരാജ്യം ഭൂമിയിൽ, സ്വർഗം ഭൂമിയെ ഭരിക്കണമെങ്കിൽ ആദ്യം കോട്ടകൾ തകരണം, സ്ട്രോങ് ഹോൾഡുകൾ തകരണം. നിങ്ങൾക്കറിയാമല്ലോ പ്രിയരെ, ഇന്ന് ഈ ഭൂമി ഭരിക്കുന്നത് പിശാചിന്റെ രാജ്യമാണ്. നമുക്ക് ഈ നഗ്നമായ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ അത് കാണാൻ പറ്റത്തില്ല പിശാചിന്റെ രാജ്യം ഭൂമി ഭരിക്കുന്നത്. എന്നല്ല, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് ഇടയായി. നമ്മുടെ ഹൃദയത്തിൽ നന്മ കാണുവാൻ നമുക്ക് പ്രയാസമാണ്. എന്നാൽ അതിൻ്റെ കാരണം നമ്മൾ പിശാചിന്റെ രാജ്യത്താൽ നടത്തപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആ മെൻറ്റാലിറ്റിയാണ് നമുക്കുള്ളത്. എന്നാൽ സ്വർഗം ഭൂമിയെ ഭരിക്കുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് സ്വർഗ രാജ്യത്തിന്റെ ഡയറക്ടറായി യേശു കാണിച്ചു തന്നു. ആ ക്രൂശിൽ കിടന്ന ആ കള്ളന്മാർ അവർ തിന്മയെ ചെയ്തിട്ടുള്ളൂ. അവർ പലരെയും കൊന്നിട്ടുണ്ടാകാൻ, ജീവിതത്തിൽ ഒരു നന്മയും ചെയ്തിട്ടുണ്ടാകത്തില്ല. പക്ഷെ ആദ്യമായി ആ ക്രൂശിൽ കിടന്ന ഒരു കള്ളൻ ഒരു നന്മ പറഞ്ഞു, യേശുവേ നീ എന്നെയും കൂടെ ഓർക്കണമേ, രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ. കർത്താവ് യേശു അവൻ്റെ ആ 99 തിന്മകളും മറന്നു അവൻ്റെ ആ ഒരു നന്മയിൽ പിടിച്ച് അവനെയും സ്വർഗരാജ്യം അവകാശമാക്കുവാൻ ഇടയാക്കി അവനോട് പറഞ്ഞു, നീ എന്നോട് കൂടെ ഇന്ന് പർദീസയിലിരിക്കും. ആമേൻ. അപ്പോൾ രണ്ട് മെൻറ്റാലിറ്റികൾ. ലോകത്തിലുള്ള ജനത്തിൻ്റെ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് മനുഷ്യരുടെ തിന്മ കാണാൻ അവരുടെ മനസ്സ് അല്ലെങ്കിൽ മനസ്സിലെ കോട്ടകൾ അവരെ അതിനായി ഒരുക്കുന്നു. ഈ കോട്ടകൾ എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന്? കോട്ടകൾ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് കോട്ടകൾ? എന്നാൽ കോട്ടകൾ തകർന്ന ഒരു വ്യക്തി മനുഷ്യന്റെ 99 തിന്മകളല്ല, ആ മനുഷ്യന്റെ നന്മകൾ കാണുവാൻ തുടങ്ങും. ഈ കോട്ടകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, യെരിഹോ കോട്ട. ഞാൻ ജെറുസലേമിൽ കടന്നുപോയപ്പോൾ അവിടെ യെരുശലേമിന് ചുറ്റും മതിൽ കെട്ടിയിട്ടുണ്ട്. നെഹമ്യാവിന്റെ മതിൽ. വലിയ ഹ്യൂജ് കല്ലുകളാണ്, കരിങ്കല്ലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടൺ കണക്കിന് ഭാരമുള്ള കല്ലുകളാണ്. എങ്ങനെ കയറിയെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അതെങ്ങനെ ഇത്രയും മുകളിൽ കയറ്റിയത്. അതുപോലെയുള്ള അതിനേക്കാളും വലിയ കല്ലുകൾ വെച്ചാണ് കോട്ട ഉണ്ടാക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മളുടെ മനുഷ്യന്റെ മനസ്സിൻ്റെ ഉള്ളിലും കോട്ടയുണ്ട്, കോട്ടകളുണ്ട്. ഈ കോട്ടകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ജെറുസലേമിലെ മതിലുകൾ അല്ലെങ്കിൽ ഒരു യെരിഹോ കോട്ട ഉണ്ടാക്കിയിരിക്കുന്നത് ഹ്യൂജ് കരിങ്കല്ലിൻ്റെ ബ്രിക്കുകൾ കൊണ്ടാണെങ്കിൽ, നമ്മളുടെ ഹൃദയത്തിൽ ഈ കോട്ടകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചിന്തകളുടെ ബ്രിക്കുകൾ കൊണ്ടാണ്. ചിന്തകൾ, സങ്കല്പങ്ങൾ, അതിലെ ബ്രിക്ക് എന്ന് വെച്ചാൽ ഇഷ്ടിക, കല്ല് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുകൊണ്ടാണ് ഈ കോട്ട ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഒരു ചിന്തയുടെ മുകളിൽ വേറൊരു ചിന്ത, അതിൻ്റെ മുകളിൽ വേറൊരു ചിന്ത, അതിൻ്റെ മുകളിൽ വേറൊരു ചിന്ത, ഇങ്ങനെ കോട്ട കെട്ടിയിരിക്കുകയാണ്. ഈ കോട്ട കെട്ടിയിരിക്കുമ്പോൾ ഈ കോട്ടയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കോട്ട ദൈവത്തിൻ്റെ വചനത്തിനെതിരെ
ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനെതിരെ പോരാടുന്ന കോട്ടയാണ്. നമുക്ക് ഈ ലോകത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് ദൈവരാജ്യത്തിൽ അതിൻ്റെ അവകാശത്തിലേക്ക് മുന്നേറുവാനും ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദൈവം തന്നിരിക്കുന്നത് ഈ പരിജ്ഞാനത്താലാണ്. അതെ. പക്ഷെ ഈ കോട്ടകൾ പ്രവർത്തിക്കുന്നത് ഈ പരിജ്ഞാനത്തിനെതിരാണ്. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് എതിരായിട്ട്, ദൈവത്തിന്റെ പരിജ്ഞാനത്തിനെതിരാണ്. അപ്പോൾ ഈ കോട്ടകൾ അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ദൈവം ഒരുക്കിയത് നമുക്ക് ലഭിക്കപ്പെടുവാൻ കഴിയുകയില്ല. പക്ഷെ ഈ കോട്ടകളെ ആരെങ്കിലും ഒന്ന് ഇടിക്കാൻ ശ്രമിച്ചാൽ ഈ കോട്ടകളെ തടയുന്നത് വേറെ ആരുമല്ല, നമ്മൾ തന്നെയാണ്. എൻ്റെ കോട്ടയിൽ തൊട്ടുപോകരുത്. ഇനി തിരുവചന പ്രകാരം നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാം. ചില വാക്യങ്ങൾ നമ്മൾ വായിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. പ്രിയരെ, നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ പരിശീലനം. ഈ ഭൂമിയിൽ ദൈവരാജ്യം, സ്വർഗം ഭൂമിയിൽ ഭരണം നടത്താൻ പോവുകയാണ്. ഇതാണ് കർത്താവ് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ ആ പ്രധാന ഭാഗം, പ്രിയോറിറ്റി ഭാഗം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിപ്പിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം വിശുദ്ധീകരിക്കപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ. എവിടെ? ഭൂമിയിൽ. എന്നിട്ട് അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെന്നതുപോലെ ഭൂമിയിലും നടക്കണമേ. അപ്പോൾ അത് നടക്കണം. അത് നമ്മളിലൂടെ നടക്കുന്നില്ല ഇന്ന്. അത് നടക്കണമെങ്കിൽ ഈ സ്ട്രോങ് ഹോൾഡുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തകരണം. എത്രത്തോളം അത് തകരുന്നുവോ അത്രത്തോളം സ്വർഗം നമ്മളിലൂടെ ഈ ഭൂമിയിൽ പ്രവർത്തിക്കും. അതെ. അപ്പോൾ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഇപ്പോൾ നാം മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് ഈ സ്ട്രോങ് ഹോൾഡുകളെ കുറിച്ചാണ്. ദൈവശക്തി, ദൈവിക ഭരണം നമ്മളിലൂടെ നടക്കപ്പെടുവാൻ തടസ്സമായി നിൽക്കുന്ന ഈ സ്ട്രോങ് ഹോൾഡുകളെ കുറിച്ച് 2 കൊരിന്ത്യർ അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം മുതൽ നമ്മൾ വായിക്കാൻ പോവുകയാണ്. അവിടെ ദൈവവചനം എന്തു പറയുന്നു നമുക്ക് നോക്കാം. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിക്കാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി, നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയുമിരിക്കുന്നു. ഗ്ലോറി. പ്രിയരെ, ഈ വചനങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. ഇവിടെ കോട്ടകൾ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളാണ്. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനെതിരെ പൊങ്ങുന്ന ചിന്തകൾ, സങ്കല്പങ്ങൾ. എഴുതിയിരിക്കുകയാണ് അതിൻ്റെ 3-ാം വാക്യം: ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ജഡം നമ്മളല്ല. ആമേൻ. ഇപ്പോൾ ഞാൻ കാറിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ കാറ് ഞാനല്ല. അതെ, ശരിയല്ലേ? ഇതേപോലെ തന്നെ നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ജഡം നമ്മളല്ല. ആമേൻ. ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിനായുധങ്ങളോ ജഡികങ്ങളല്ല. അതിൻ്റെ 4-ാം വാക്യം: കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. കോട്ടകളെ ഇടിപ്പാൻ, കോട്ടകളെ ഇട്ടിക്കണം. അതിന് ദൈവസന്നിധിയിൽ ശക്തി ഉള്ളവ തന്നെ. ആമേൻ. ദൈവസന്നിധി, നമ്മുടെ സ്വന്തം കഴിവല്ല, ദൈവസന്നിധിയിൽ ശക്തി ഉള്ളവ തന്നെ. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കിയോ, കോട്ടകൾ ഇടിക്കാൻ പറ്റും. ആമേൻ. കോട്ടകൾ ഇടിക്കാൻ പറ്റും. അതെ. ഇനി അതിൻ്റെ 5-ാം വാക്യം പറയാണ്: അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയെയും
ഇടിച്ച് കളഞ്ഞു. ഇവിടെ പറയാണ്, അവയാ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയെയും, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന്, ദൈവികമായ ആ പരിജ്ഞാനത്തിന് എതിരെ പൊങ്ങുന്ന സങ്കല്പങ്ങൾ, എതിരെ പൊങ്ങുന്ന ചിന്തകൾ, ഇങ്ങനെയുള്ള ചിന്തകളാൽ, സങ്കല്പങ്ങളാൽ പണിയപ്പെട്ടതാണ് ഈ കോട്ട. അപ്പോൾ ഈ കോട്ട നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ കോട്ട ദൈവികമായ ചിന്തകൾ നമ്മൾ വരുന്നതിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ കോട്ടകളെ ഇടിക്കണം. ഈ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ബലമുള്ള ചില ആയുധങ്ങളുണ്ട്. ആ ആയുധങ്ങളാണ് ദൈവം നമ്മുടെ കൈ തന്നിട്ടുള്ള ദൈവത്തിൻ്റെ വചനം. ഈ വചനം ഉപയോഗിച്ച് നാം നമ്മളുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിലെ ആ കോട്ടകളെ, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനെതിരായി പോകുന്ന കോട്ടകളെ ഇടിക്കണം. അങ്ങനെ നാം ചെയ്തെങ്കിലേ ആത്മീയമായിട്ട് നമുക്ക് വളരാൻ പറ്റത്തുള്ളൂ. അല്ല എങ്കിൽ നമ്മളുടേതായ ആ അനുഗ്രഹങ്ങൾ, സ്വർഗവുമായിട്ടുള്ള കണക്ഷനാണ് നമ്മുടെ അനുഗ്രഹം, നമ്മൾ തന്നെ ബ്ലോക്ക് ചെയ്യുകയാണ്. കടന്നു വന്നാട്ടെ, 2 Peter chapter 1 verse 2 onwards. 1-ാം അധ്യായം 2-ാം വാക്യം മുതലുള്ള വാക്യം നമുക്ക് വായിക്കാം. ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ. താഴേക്ക്. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ശ്രദ്ധിച്ചേ, നേരത്തെ നമ്മൾ കേട്ടു, കോട്ടകൾ, നമ്മുടെ അകത്ത് ഉള്ള കോട്ടകൾ വർക്ക് ചെയ്യുന്ന എന്തിനെതിരെയാ? ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന്. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനെതിരെയാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് പലർക്കും നിങ്ങളുടെ വിഷയങ്ങൾക്ക് ഉത്തരം കിട്ടാൻ പോവുകയാണ്. അതെ, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനെതിരെയാ കോട്ടകൾ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടത്, ഇവിടെ ജീവിക്കാൻ എന്തൊക്കെ വേണോ, അതെ, ദൈവഭക്തി മുറുകെ പിടിച്ച് ദൈവ ഇഷ്ടം ചെയ്യുവാൻ എന്തൊക്കെ വേണോ, ഇതെല്ലാം ദൈവം നമുക്ക് ദാനം ചെയ്ത് കഴിഞ്ഞു. ആമേൻ. പക്ഷേ അവയെല്ലാം നമുക്ക് നൽകപ്പെടുന്നത് ഈ ദൈവത്തിൻ്റെ പരിജ്ഞാനത്താലാണ്. ആമേൻ. ദൈവത്തിൻ്റെ പരിജ്ഞാനത്താൽ. പ്രൈസ് ദി ലോർഡ്. ഈ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരു വെളിപ്പാടാണ്. ഈ വെളിപ്പാട് നമുക്ക് വരാൻ, ഈ പരിജ്ഞാനം നമ്മളുടെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് തള്ളി വരുവാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഉള്ള ഈ കോട്ടകൾ ഈ പരിജ്ഞാനത്തിനെതിരെ പോരാടും. അതെ, ഈ കോട്ടകൾക്ക് ഈ പരിജ്ഞാനത്തിനെതിരെ പോരാടി നിൽക്കുവാൻ ശക്തിയില്ല. കാരണം ഈ വരുന്ന പരിജ്ഞാനം ദൈവത്തിൻ്റെ പരിജ്ഞാനമാണ്. അതെ, പക്ഷേ ഈ കോട്ടകളെ നമ്മൾ പിന്താങ്ങുന്നത് കൊണ്ട് ഈ കോട്ട ശക്തിയുള്ളതാണ്. അപ്പം ഇവിടെ പറയുകയാണ്, തൻ്റെ മഹത്വത്താലും വീര്യത്താലും, അതിൻ്റെ 3-ാം വാക്യമാണ് 2 പത്രോസ് 1:3. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യ ശക്തി ജീവനും ഈ ലോകത്ത് ജീവിക്കാനുള്ളത്, ഭക്തിക്കും ദൈവ ഇഷ്ടം ചെയ്യുവാനുള്ളത്, എന്തൊക്കെ വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. എന്തിനാൽ? ഈ വചനം പറയാണ്, വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ. ബൈ റവലേഷൻ. ആമേൻ. ബൈ റവലേഷൻ, വെളിപ്പാടിനാൽ നമുക്ക് ഇതെല്ലാം ദാനം ചെയ്തിരിക്കുന്നു. ആമേൻ. പക്ഷേ ഈ സ്ട്രോങ് ഹോൾഡ് വർക്ക് ചെയ്യണത് എന്തിനെതിരെയാ? ഈ പരിജ്ഞാനത്തിനെതിരെ. നമ്മുടെ മനസ്സിലുള്ള ഈ കോട്ടകൾ, സ്ട്രോങ് ഹോൾഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. സ്ട്രോങ് എന്ന് ഹോൾഡ് എന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ട്, ശക്തിയായിട്ട് പിടിച്ചിരിക്കുക. ആമേൻ. വിടത്തില്ല.
ശക്തിയായിട്ട് പിടിച്ചിരിക്കുക, സ്ട്രോങ് ഹോൾഡ്. പക്ഷെ ഇവിടെ പറയുക എത്ര വലിയ സ്ട്രോങ് ഹോൾഡ് ആയാലും അതിനെ ഇടിപ്പാൻ ശക്തിയുള്ളതാണ് ദൈവസന്നിധിയിൽ ഞങ്ങളുടെ ആയുധങ്ങൾ. ആ ആയുധമാണ് ദൈവത്തിൻ്റെ വചനം. ആമേൻ. പ്രിയരെ, ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ഇൻഫോർമേഷൻ ഉണ്ട്, അതെ, സ്വർഗീയമായ വിവരങ്ങളുണ്ട്, ജ്ഞാനമുണ്ട്. അതെ. ഈ ജ്ഞാനം ഉപയോഗിച്ചാൽ നമ്മുടെ മനസ്സിലെ ഈ കോട്ടകളെ ഇടിക്കാം. അതെ. അങ്ങനെ നമ്മുടെ മനസ്സിൽ ഈ കോട്ടകളെ നാം ഇടിച്ചാൽ നമുക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്നത് ആ വെളിപ്പാട് നമ്മൾ പ്രാപിക്കും. ആമേൻ. ആ പരിജ്ഞാനം നമ്മൾ പ്രാപിക്കും. Praise the Lord. ഈ പുസ്തകത്തിലൂടെ നമുക്ക് ഇൻഫോർമേഷൻ കടന്നു വരുന്നു. ഈ ഇൻഫർമേഷൻ കൊണ്ട് നമ്മളുടെ കോട്ടകളെ, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനെതിരെ പോകുന്ന കോട്ടകളെ നാം ഇടിച്ചാൽ അതെ, നമ്മുടെ അകത്ത് നിന്ന് ആത്മാവിൽ നിന്ന് റെവലേഷൻസ് നമുക്ക് തരും. Praise the Lord. അതാണ് ദൈവത്തിൻ്റെ പരിജ്ഞാനം. ആമേൻ. അപ്പോൾ ജ്ഞാനം കൊണ്ട് നമ്മൾ കോട്ടകളെ ഇടിച്ചാൽ അകത്തുനിന്ന് പരിജ്ഞാനം നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. അതിൻ്റെ പേരാ വെളിപ്പാട്. Praise the Lord. അതിൽ നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ആമേൻ. അതിനെ കീഴടക്കുവാൻ പൈശാചക്തിക്ക് കഴിയത്തില്ല. എന്നാൽ നമ്മളുടെ ഉള്ളിലേക്ക് ഈ കോട്ടകൾ കൊണ്ടുവന്നിട്ട് ഓരോ ദിവസവും പുതിയ പുതിയ കോട്ടകൾ പണിത് ഈ മനുഷ്യനെ എത്രത്തോളം വിഘടിപ്പിക്കാമോ അത്രത്തോളം വിഘടിപ്പിച്ച് എത്രത്തോളം ദൈവത്തിൽ നിന്ന് അകറ്റാമോ അത്രത്തോളം ദൈവത്തിൽ നിന്ന് അകറ്റി ദൈവത്തിൻ്റെ ചിന്തകൾ ഈ മനുഷ്യൻ മനസ്സിലാക്കരുത് എന്ന് വാതുപിടിച്ച് നടക്കുന്ന പിശാചാണ് ഇന്ന് ഈ ലോകം ഭരിക്കുന്നു എന്നുള്ള കാര്യം ഇന്ന് ബുദ്ധിമാന്മാരെന്ന് പറയുന്ന പലർക്കും അറിഞ്ഞുകൂടാ. ആമേൻ. കർത്താവ് യേശു പറഞ്ഞത് സാത്താൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയുന്നവരായിരിക്കണമെന്നാണ് തൻ്റെ വചനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. ആമേൻ. പക്ഷേ ഇത് മനസ്സിലാക്കുവാൻ ജനം ആഗ്രഹിക്കുന്നില്ല. ജനത്തിൻ്റെ മനസ്സ് ലോകത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ലോകത്തിൻ്റെ സമ്പത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതെ. ലോകത്തിൻ്റെ മോഹങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ആമേൻ. ഇത് സാത്താൻ കുടുക്കിയതാ. ഇത് എന്തുകൊണ്ടാണ് ജനം അവിടെ കുടുങ്ങിക്കിടക്കുന്നത്? വേറെ ഒന്നുമല്ല, ഈ സ്ട്രോങ് ഹോൾഡുകൾ അവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഈ ജനം അവിടെ കുടുങ്ങിക്കിടക്കുവാനായിട്ടിടയാണ്. ആമേൻ. വികാസം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ആദ്യം ദൈവം ആദത്തോട് പറഞ്ഞ കാര്യം, ഈ വൃക്ഷത്തിൻ്റെ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, ബാക്കിയെല്ലാം നിനക്ക് ഇഷ്ടം പോലെ കഴിക്കാം. അതെ. ദൈവം ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയാണ് ഇത് പറഞ്ഞത്. കാരണം നീ ഞാൻ പറയുന്ന അനുസരിക്കുമോ, എന്നെ ഡിപ്പെൻഡ് ചെയ്യുമോ, അതോ നീ ഇൻഡിപെൻഡൻ്റായി നീ സ്വാതന്ത്ര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുമോ എന്നറിയണം. എന്നെ അനുസരിക്കുമോ എന്നറിയണം. ദൈവത്തിന് പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഈ കോട്ടകൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ കെട്ടപ്പെടുന്നത്? അല്ലെങ്കിൽ ഈ മനസ്സിൽ കെട്ടപ്പെടുന്ന ഈ കോട്ടകൾ ആരാ കെട്ടുന്നത്? ഈ കോട്ടകൾ എങ്ങനെയാണ് കെട്ടപ്പെടുന്നത്, ആരാണ് കെട്ടുന്നത്, ഇതാ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പ്രിയരെ, ഈ കോട്ടകൾ കെട്ടുന്നത് മറ്റാരുമല്ല, പിശാച നമ്മുടെ ഉള്ളിൽ കോട്ട കെട്ടുന്നത്. അതെ. അത് നമ്മുടെ ഉള്ളിൽ കെട്ടുന്നത് പിശാചിന്റെ തന്ത്രം ഉപയോഗിച്ച. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവർ ആകരുത്. അത് അറിയണം. ആമേൻ. വളരെ പ്രാധാന്യമുള്ളതാണ്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് യുദ്ധം ചെയ്യുവാൻ കടന്നു പോകുമ്പോൾ
അവരുടേതായ ബലവും ബലഹീനതയും മനസ്സിലാക്കിയിട്ടേ കടന്നു പോകത്തുള്ളൂ. അതെ. അല്ല എങ്കിൽ പരാജയം അടയുവാനായിട്ട് ഇടയാകും. ഇതേപോലെ തന്നെ സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയണം. ഈ സാത്താനാണ് ഈ സ്ട്രോങ് ഹോൾഡുകൾ അല്ലെങ്കിൽ കോട്ടകൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്നത്. കോട്ടകൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് എതിരായി പോകുന്ന ചിന്തകളാണ്. അതെ. ആദത്തോട് പറഞ്ഞു, നീ ആ നന്മ തിന്മ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുത്. അതെ. ഇനി ആദം തൻ്റെ വൈഫിനോട് കാര്യം പറഞ്ഞു. ദൈവം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ. തുടർന്ന് പിശാച് വരുമ്പോൾ ബലഹീനമായ സ്ഥലത്തെ വരൂ. അതെ. അപ്പോൾ പിശാച് മനുഷ്യനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളോട് പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കാൻ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുവാൻ പലർക്കും ബുദ്ധിമുട്ടാണ്, താല്പര്യമില്ല. കാരണം സമയം ഇല്ല. എന്നാൽ പിശാച് വ്യക്തമായി മനസ്സിലാക്കി എവിടെയാണ് ഹ്യൂമൻ ഫാമിലിയിൽ അവരുടെ ജീവിതത്തിൽ ബലഹീനമായ സ്ഥലം. കാരണം ദൈവവചനം പറയുന്നു സ്ത്രീ ബലഹീന പാത്രമാണ്. അപ്പോൾ പിശാച് സ്ത്രീയുടെ അടുക്കൽ തന്നെ വന്നു. അതെ. ഇവിടെ ഇപ്പോൾ നാം മനസ്സിലാക്കുന്നത് എങ്ങനെയാ കോട്ട കെട്ടുന്നതെന്നാണ്. ഈ സ്ത്രീയുടെ അടുക്കൽ തന്നെ വന്നിട്ട് ഒരു ചെറിയ സംശയം ചോദിക്കുക. വാസ്തവമായി ദൈവം നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന്? വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ഒരു ജനറൽ ചോദ്യം ചോദിക്കുക. ജനറൽ ഒന്നും ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിലൊരു ചോദ്യം ചോദിക്കുക. എന്നാൽ ഈ ഹൗവ അതിനോട് റെസ്പോണ്ട് ചെയ്യുവാനായിട്ട് കടന്നുപോയി. അതെ. അവിടെ ഹൗവ പറയേണ്ടിയിരുന്നത് എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കണം, അദ്ദേഹത്തിനെ അത് അറിയും, നീ ഒരു കാര്യം ചെയ്യേ, അദ്ദേഹത്തോട് ചോദിക്കുക. പക്ഷേ ഹൗവ അതിന് കടന്നുപോയില്ല. പകരം ഹൗവ ആ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുവാൻ തുടങ്ങി. അവസാനം പിശാച് പോയപ്പോൾ ഒരു ശക്തമായ സ്ട്രോങ് ഹോൾഡ് അവിടെ ഇട്ടിട്ടാണ് പോയെ. അവസാനം അവൻ പോയപ്പോൾ അവൻ പറഞ്ഞു, ഇതൊക്കെ ദൈവം ചുമ്മാ പറയണ, നീ വിഷഫലം തിന്നാലും നിങ്ങൾ മരിക്കത്തൊന്നും ഇല്ല. മാത്രമല്ല ഒരു ഓഫറും കൂടെ, ഇത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അതെ. ഓഫർ കൊടുക്കുകയാണ്. തുടർന്ന് ഈ ഹൗവ തനിക്ക് കിട്ടിയ ഈ പുതിയ ബ്രിക്ക്, കോട്ട കെട്ടാൻ കിട്ടിയ ബ്രിക്ക, അതിൽ ഒന്ന് രണ്ടെണ്ണം കിട്ടി. ഒരെണ്ണം തിന്നാൽ നിങ്ങൾ മരിക്കത്തൊന്നും ഇല്ല. മാത്രമല്ല അടുത്ത ബ്രിക്ക്, നിങ്ങൾ ദൈവത്തെ പോലെ ആകും. ഇതിലൂടെ ഹൗവ ഈ കോട്ടയിലൂടെ ഇതുവരെയും തന്നെ കണ്ട പഴം ഈ കോട്ടയിലൂടെ ഒന്നങ്ങ് നോക്കി. പിന്നെ താൻ കാണുന്നത് ഇതുവരെ കണ്ടതുപോലെയൊന്നും അല്ല, വളരെ വ്യത്യസ്തമായ കാണുന്നത്. തൻ്റെ ആ വ്യത്യസ്തമായ കാഴ്ച ഇപ്പോൾ ആ ലോകത്തിലെ പഴം ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞത് ഇപ്പോൾ വളരെ മനോഹരമായി കണ്ടു. ജ്ഞാനം പ്രാപിക്കാൻ കാമ്യമായി കണ്ടു. വളരെ നല്ലതായി കണ്ടു. ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞത് ആ കോട്ടകൾ ആ സഹോദരിയെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അതെ പ്രിയരെ, ഇനിയും അധികം നിങ്ങളോട് ഇതിലൂടെ പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ സമയത്തിൻ്റെ പരിമിതി മൂലം അടുത്ത ആഴ്ച ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. സ്ട്രോങ് ഹോൾഡുകളെ കുറിച്ച്. സ്ട്രോങ് ഹോൾഡുകൾ പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് തകരപ്പെടുവാൻ
നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ പോവുകയാണ്. സ്ട്രോങ് ഹോൾഡുകൾ നമ്മളെ പാപത്തിലേക്ക് നയിക്കുവാനായിട്ട് ഇടയാകും. സ്ട്രോങ് ഹോൾഡുകൾ കെട്ടുന്നത് പിശാചാണ്. അതിന് ഈ ലോകത്തിലെ പല ചാനലുകളും പിശാച് ഉപയോഗിക്കുന്നു. മനുഷ്യനായിരിക്കാം, മറ്റ് രീതിയിലായിരിക്കാം, മനുഷ്യനിലൂടെ പല രീതിയിലും പിശാച് ചെയ്യുവാനായിട്ട് ഇടയാകുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ദുഷ്ടൻ തന്ത്രങ്ങളെ മനസ്സിലാക്കി മാത്രം ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഈ ചാനലിലൂടെ കർത്താവെ, അങ്ങയുടെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ അങ്ങയുടെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ദുഷ്ടന്റെ തന്ത്രങ്ങൾ ഈ മക്കളുടെ ജീവിതത്തിൽ കടന്നു വരും അനുവദിക്കാതെ കാത്തുകൊള്ളണം. ഒരു സ്ട്രോങ് ഹോൾഡുകൾ കർത്താവ് ഇവരുടെ ജീവിതത്തിൽ ദുഷ്ടൻ കർത്താവ് ഇനിയും കെട്ടുവാൻ അനുവദിക്കരുത്. ഇതുവരെ കെട്ടിയത് മുഴുവൻ അങ്ങയുടെ വചനത്തെ തകർക്കപ്പെടുവാൻ കർത്താവ് അങ്ങ് സഹായിക്കണം. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെട്ട ജനം. ഇവരുടെ എല്ലാ ഭൗതിക ആത്മീയാവശ്യങ്ങളുടെ മേലും അങ്ങയുടെ മഞ്ഞും മഴയും അയച്ചാട്ടെ. രോഗികൾ ഈ നിമിഷം സൗഖ്യമാകുവാനിടയാകട്ടെ. ദൈവ രാജ്യ ഭക്ഷണവും പാനീയവുമല്ല, നീതി, സമാധാനവും പരിശുദ്ധമുള്ള സന്തോഷവും ഇപ്പോൾ ജനങ്ങളുടെ ഉള്ളിൽ നിറയട്ടെ, അവരുടെ ഭവനങ്ങളിൽ നിറയട്ടെ. ദൈവ ഇഷ്ടം ഈ മക്കളുടെ സ്ഥാപിതമാകട്ടെ. പ്രിയരെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹീതമായ വചനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയം ഇതിൻ്റെ പഴയ എപ്പിസോഡ് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ആ എപ്പിസോഡുകൾ ലഭിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ കിങ്ഡം സീരീസിൻ്റെ കിങ്ഡം ട്രെയിനിങ്ങിൻ്റെ ഫസ്റ്റ് ബുക്ക് പുതിയ അടുത്ത ബുക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ബുക്കാണ് ആത്മലോകവും ആത്മീയ വളർച്ചയും. ഇത് നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ ടീച്ചിങ് തരുവാൻ, അടിസ്ഥാനമായ ഉപദേശങ്ങൾ തരുവാനായിട്ട് ഇടയാകുകയാണ്. സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി, ആത്മാവ്, മനസ്സ്, ദേഹി, ശരീരം എന്നീ ഭാഗങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ ഡീറ്റെയിലുകൾ, ആത്മീയ വളർച്ച എങ്ങനെ സാധിക്കുമെന്നുള്ള ഡീറ്റെയിൽ തരാൻ ഇടയാകുന്നു. ഇതൊക്കെ ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പുസ്തകശാലയിൽ ചെന്ന് ഇത് വാങ്ങിച്ച് ഇത് മനസ്സിലാക്കുവാനായിട്ട് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. തുടർന്ന് ഈ എപ്പിസോഡുകൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. അതോടൊപ്പം തന്നെ കൂടുതലായിട്ട് നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ചാനൽ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബി വിത്ത് യു. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.